അമ്മായിയമ്മ പാവം അല്ലെങ്കിൽ അയ്യോ എന്റെ ഭഗവാനെ കൃഷ്ണ, സത്യമായിട്ട് എന്റെ അമ്മായിയമ്മ പാവാണ്. അമ്മായിയമ്മ പാവാന്ന് ഞങ്ങക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയട്ടെ, സത്യസന്ധമായിട്ട് എനിക്ക് തേങ്ങ ചിരണ്ടാൻ അറിയില്ല. പിന്നെ തേങ്ങ ചിരണ്ടി കഴിയുമ്പോ എന്റെ കൈയുടെ ഇവിടെ ഒക്കെ മുറിയും, ഉള്ള കാര്യമാണ്. അത് കുഴപ്പമില്ല, വൈകുന്നേരം ചെല്ലുമ്പോ ഭർത്താവ് മരുന്ന് വെച്ച് കെട്ടി തരും. മാത്രല്ല കുറച്ചല്ലേ ഇത്ര ഇതിനുള്ള തേങ്ങ ചിരണ്ടിയാ മതി മതി. അമ്മോ പക്ഷെ പണ്ടുണ്ടായിരുന്നു ഈർച്ചവാള് കൊണ്ട് മരം ഇറക്കുന്നത്, രണ്ടാളും രണ്ടറ്റത്തിരുത്. വെരി ഗുഡ്. ഭഗവാനെ കൃഷ്ണ, എന്റെ ഒന്ന് നീറ്റേ. അല്ല ഞാൻ ചിരണ്ടും, ഞാൻ ഇവിടെ ചിരണ്ടിയിട്ട് ഇന്ന് ഞാൻ ചിരണ്ടി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് പോയാ മതി. അങ്ങനെ ഇടി വെട്ടി മഴ ഇപ്പൊ പെയ്യുന്നുണ്ട്, അത് ഇതൊന്നും കാര്യം. അങ്ങനെ ട്രാക്ടർ ഇട്ടണ പാടത്ത് മോളെ ചിരകിക്കോ. അതെ ഒരു കാര്യം ചെയ്യേ, മോളത് ചിരകി വരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കാം. കാരണം എന്താണെന്നറിയോ, ഒന്നുമില്ല, കിഴി പിടിക്കുന്നിടത്തത് പോകുന്നതാണ്. അതെ ഇരിക്കും മാത്രല്ല, ഒന്ന് ഉറങ്ങിക്കോ, എഴുത ഞാൻ വിളിക്കാം. എന്നാലും ആവില്ല എന്ന് എനിക്കറിയാം. രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും. ഓ അതെ, എന്താ തിരിക്കല് ഭഗവാനെ എന്റെ കൃഷ്ണ. അതെ എല്ലാരും ആരെങ്കിലും തേങ്ങ ചിരകാൻ പഠിക്കണമെങ്കിൽ ഇത് കണ്ടു പഠിച്ചോളൂ കേട്ടോ എന്റെ ജീവ. അതായത് ഇപ്പൊ അമ്മ ഇങ്ങനത്തെ സാധനം ഒന്നും വേണ്ട, ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിരകി വരുന്ന ഒരു മെഷീൻ വന്നിട്ടുണ്ട്. അല്ല ഇനിയിപ്പോ വേറൊരു കാര്യമാണ്, അടുപ്പിന്റെ ഇരത്തിന് വാ തുറന്ന ഭക്ഷണം ഇങ്ങനെ വായയിലേക്ക് ഇട്ട് തരുന്ന മെഷീൻ വരും. ഞാൻ എന്നത് ചിരണ്ടേന്നാണ് ഇതെന്റെ അഭിമാനം പ്രശ്നമാണ്. അഭിമാനം അടുത്ത് ഉരുണ്ട് പറഞ്ഞ് വീഴാഞ്ഞാ മതി. ഇല്ല വീടില്ല, ദേവനോട് സമാധാനം പറയേണ്ടി വരും. 3-4 ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തോരാ വേണ്ട, ആ ഉള്ളിക്കുള്ള തേങ്ങ പോരെ. ആ ഉള്ളിക്കുള്ള തേങ്ങ എത്ര വേണമെന്ന് അറിയാവോ? അത് മറ്റേ ആ ചമ്മന്തി രഹസ്യം ഒന്ന് പറഞ്ഞമ്മ. അല്ല അത് ഞാൻ പറയാ, കുറച്ചുകൂടി ചിരക്. ഇത് പോരെ. ഒരു കാര്യം ചെയ്യാനൊരു എളുപ്പം പറഞ്ഞുതരാം, അതിന്റെ ഉള്ളിൽ നിന്ന് ചിരകി എടുക്ക്. ഇത് ഉള്ളിൽ നിന്ന് ചിരണ്ടണേ. അപ്പൊ ഒരു ലേശം കൂടി അങ്ങോട്ട്. പക്ഷേ ഒരു കാര്യം പറയാട്ടോ, നേരെ നാളെ വിളിച്ചാവും, അതുകൊണ്ട് പറയണം പ്രേക്ഷകരോട്. കാരണം ഇത് മതിയാക്കാം നമുക്ക്. സാധനങ്ങൾ ഇതൊക്കെയാന്ന് പറഞ്ഞു തരാം കേട്ടോ, അല്ലാണ്ട് അത് മര്യാദക്ക് അതിനുള്ളത് ഇതാവില്ല. എന്റെ പൊന്നെ, എന്റെ അഭിമാനത്തിനേറ്റ ക്ഷതം സുഹൃത്തുക്കളെ, എന്റെ അഭിമാനത്തിനേറ്റ ക്ഷതം. മാറൂല, മതി, നിർത്തിക്കോ. ഇത്രയും മതി തേങ്ങ, സത്യമായിട്ട് ഇത്രയും ഉള്ളി ഉണ്ടാക്കാൻ ഇത്രയും തേങ്ങയൊക്കെ അത്രയും മതി. അത് മതി ബാ. അങ്ങനെ ക്യാമറയ്ക്ക് പുറകിലുള്ള എന്റെ സുഹൃത്തുക്കളെ എല്ലാവരും കൂടെ സഹായിച്ച് ഞാൻ ഇത്രയും തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ആരൊക്കെ ഇതിന്റെ പുറകിൽ, ഈ തേങ്ങ ചിരകലിന്റെ പുറകിൽ എന്നെ സഹായിച്ച ആരൊക്കെയാണെന്നൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഏതായാലും ഈ അമ്മ ഒന്നും സഹായിച്ചില്ല, വെറും ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ. വെള്ളം ഉണ്ടോ? വെളിച്ചെണ്ണ വേണമെന്നല്ലേ എന്നോട് പറയുള്ളൂ. 1 ലിറ്റർ വെളിച്ചെണ്ണ ചോദിക്കട്ടെ, ഈ വെള്ളത്തിന് പകരം ഇത് ഉപ്പലെടുക്കുക പുളി പിഴിയാന്? പുളി പിഴിയണമായിരുന്നോ? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. വെള്ളം പോരട്ടെ. ഇനി നമ്മള് ഈ വാളംപുളി കുറച്ചെടുത്ത് ഉണ്ടാക്കിയുള്ളൂ. ഇത്ര നേരം ഉണ്ടാക്കിയത് 2 ഉള്ളി കഷ്ണം 2 അവര് സഹായിച്ചു. ഒരു ലേശം വെള്ളം ഒഴിക്കും.